റൈസ് പുള്ളർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? എങ്കിൽ 3 കോടി രൂപ വരെ തന്നു കണ്ട് വാങ്ങിക്കാൻ ആളുകളുണ്ട്. പക്ഷെ അധികമാർക്കും റൈസ് പുള്ളർ എന്താണെന്ന് അറിയില്ല, ഇത് എവിടെ നിന്ന് കിട്ടും എന്നറിയില്ല, എന്താണ് ഇതിന്റെ ഉപകാരം എന്നറിയില്ല, ഇതാരും വാങ്ങിക്കും എന്നറിയില്ല. ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. എന്താണ് റൈസ് പുള്ളർ? ഒരു പഴയ ചെമ്പുപാത്രവും അതിനടുത്ത് കുറച്ച് അരിമണിയും ഇട്ട് കഴിഞ്ഞാൽ ഈ അരിമണി ചെമ്പുപാത്രത്തിനെ ആകർഷിച്ച് അതിൻ്റെ അടുത്തേക്ക് വരും. ഈ ചെമ്പുപാത്രത്തിൻ്റെ പേരാണ് റൈസ് പുള്ളർ. പൊതുവെ പറയാറുള്ളത് ഇത് ഇറീഡിയം മെറ്റലാണ്, അതുപോലെ തന്നെ ഇതിൽ റേഡിയോ ആക്റ്റീവ് പവറൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ അരി ഇതിനെ ആകർഷിക്കുന്നത് എന്നാണ്. ഇനി എന്താണ് ഇതിൻ്റെ ഉപയോഗം? നിങ്ങളുടെ കയ്യിൽ റൈസ് പുള്ളർ ഉണ്ടെങ്കിൽ കോടികൾ കൊടുത്തുകൊണ്ട് നാസയും ISROയും ഇത് വാങ്ങിക്കും എന്നാണ് പറയാറുള്ളത്. ഇനി അതുമാത്രമല്ല, ഇത് വാങ്ങിച്ച് നിങ്ങൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പണവും സമ്പത്തും ഐശ്വര്യവും എല്ലാം ആകർഷിച്ച് നിങ്ങളിലേക്ക് വരും എന്നും പറയാറുണ്ട്. ഇനി ഇത് എവിടെ നിന്ന് കിട്ടും? പഴയ വീടുകളിലെ ചെമ്പുപാത്രങ്ങളിൽ ഇടിമിന്നൽ തട്ടി ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് പവർ വരുന്നു എന്നാണ് പറയാറുള്ളത്. ഇനി ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? നാളിതുവരെയായിട്ട് ഒരു ശാസ്ത്രമോ ഒരു ശാസ്ത്രജ്ഞനോ ഈ ലോകത്ത് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാത്ത വെറും ഒരു കെട്ടുകഥയിലുള്ള ഒരു വസ്തുവാണ് റൈസ് പുള്ളർ. ആളുകളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇറക്കിയ ഒരു കഥാപാത്രം പോലെയാണ് റൈസ് പുള്ളർ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി റൈസ് പുള്ളറിൻ്റെ പിന്നിലെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ അടുത്തേക്ക് അധികവും വരിക നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് തന്നെയായിരിക്കും. റൈസ് പുള്ളർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കോടികൾ കൊടുത്ത് വാങ്ങിക്കാൻ ആളുകൾ ഇപ്പോൾ നിലവിലുണ്ട് എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. കോടികളുടെ കണക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ അതിൽ കൺവിൻസ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത മൂവ് റൈസ് പുള്ളർ കണ്ടുപിടിക്കുക എന്നായിരിക്കും. റൈസ് പുള്ളർ കണ്ടുപിടിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും അലഞ്ഞു നടക്കുന്ന നിങ്ങൾ അവസാനം എത്താൻ പോകുന്നത് നിങ്ങളോട് ആരാണോ റൈസ് പുള്ളറിനെ കുറിച്ച് പറഞ്ഞത് അവരുടെ ഗ്രൂപ്പിലെ ഒരു കണ്ണിയിലേക്ക് തന്നെ ആയിരിക്കും. അവർ നിങ്ങൾക്കൊരു ചെമ്പുപാത്രം കാണിച്ചു തരും. പല ടെസ്റ്റുകളും അവർ വീഡിയോകളായി നിങ്ങൾക്ക് സെൻഡ് ചെയ്യുകയും ചെയ്യും. ഇതിൽ നിങ്ങൾ വീണ് കഴിഞ്ഞാണ്ട് പറഞ്ഞ പണം കൊടുത്തുകൊണ്ട് റൈസ് പുള്ളർ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ആരാണോ റൈസ് പുള്ളറിനെ കുറിച്ച് പറഞ്ഞത് അയാൾക്ക് ഇത് വിൽക്കാൻ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ആൾ മരിച്ചു കാണും, അല്ലെങ്കിൽ കോടികളുടെ മറ്റ് ഇടപാടുകളിൽ അയാൾ തിരക്കിലായിരിക്കും. ഇനി ഇതിൻ്റെ ബിസിനസ് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പണം കൊടുത്തുകൊണ്ട് റൈസ് പുള്ളർ വാങ്ങിക്കുന്നതാണ് ഇതിലെ ബിസിനസ്. ഇനി നിങ്ങളത് വിൽക്കാൻ പോകുമ്പോൾ ഇത് വാങ്ങിക്കാൻ ആളില്ല എന്നുള്ളതാണ് ഇതിലെ തട്ടിപ്പും. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള റൈസ് പുള്ളർ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇനിയും റൈസ് പുള്ളർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. നിങ്ങളുടെ റൈസ് പുള്ളർ സ്പെഷ്യലിസ്റ്റ് ഫ്രണ്ടിന് വീഡിയോ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.